സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യമാണ് കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ കാണുന്നത്. ആദ്യം രക്ഷാദൗത്യത്തിന്റെ വീഴ്ചയാണ് ചർച്ച ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ രക്ഷാദൗത്യത്തിന്റെ പ്രതിസന്ധി നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നു. അവിടുത്തെ പ്രകൃതിയും ഈ ലോറിയെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്നലെ ആശ്വാസമായി നമുക്കൊന്ന് നേവിയുടെ തിരച്ചിലിൽ ഇതാ ഇന്ന സ്ഥലത്ത് കൃത്യമായി തന്നെ ഇവിടെയുണ്ട്, പുഴയിലുണ്ട് ഈ ലോറി എന്ന സിഗ്നൽ ലഭിച്ചു എന്ന ആശ്വാസകരമായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ ലോറി ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു എങ്കിലും പക്ഷേ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടും മഴയും മറ്റ് കാറ്റുമൊക്കെ പ്രകൃതി വലിയ മോശം സ്ഥിതി ആയതുകൊണ്ടും അത് നടന്നില്ല. ഇതാ രക്ഷാപ്രവർത്തനം 10ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ലോറിയുടെ ഉൾപ്പെടെ ഭാരം ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടുള്ള ദൗത്യമാണ് ഇവിടെ തുടരുന്നത്. ലോറിയും തടിയും ഉൾപ്പെടെ 43 ടൺ ഭാരമെങ്കിലും വരും എന്നാണ് അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ കണക്കാക്കുന്നത്. അതുൾപ്പെടെ കണക്കാക്കിക്കൊണ്ട് ഈ രക്ഷാദൗത്യം ഇന്ന് തുടരുകയാണ്. ട്രക്കിന് 12 വീലോളം നീളമുള്ള നമ്മൾ ദേശീയപാതയിലൊക്കെ കാണുന്ന വലിയ ഭാരം കയറ്റി പോകുന്ന ഒരു വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്നത്. അതാണ് അപകടത്തിൽ പെട്ടത്. ക്യാബിനും അതിന് പിന്നിൽ ഈ ഭാരം കയറ്റുന്നതുമായി 2 ഭാഗമാണ് ഈ ട്രക്കിന് ഉള്ളത്. രാജ്യാന്തര സംവിധാനമുള്ള ട്രക്കാണ്. പഴയ നമ്മുടെ ലോറിയൊക്കെ കണ്ട് പരിചയിച്ച ആ രീതിയേ അല്ല. രാജ്യാന്തര സംവിധാനമുള്ള വലിയ അപകടങ്ങളിൽ പെട്ടാൽ പോലും ഡ്രൈവർക്കുൾപ്പെടെ ജീവൻ നിലനിർത്താൻ കഴിയുന്നത് വലിയ സംവിധാനമുള്ള സുരക്ഷാ സംവിധാനം ഉള്ള ക്യാബിൻ ഉൾപ്പെടെയുള്ള ട്രക്കാണ് ഈ വലിയ അപകടത്തിൽ പുഴയിലേക്ക് പോയിരിക്കുന്നത്. 8 മീറ്ററോളം ഈ ട്രക്കിന് നീളമുണ്ട്, 2.5 മീറ്ററോളം വീതിയുണ്ട്, 3 മീറ്ററോളം പൊക്കമുണ്ട്, വലിയ ഭാരവും കയറ്റിയിട്ടുണ്ട്. 20 ടൺ വരെ ഭാരം കയറ്റാൻ കഴിയും എന്നതാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. വാഹനം കരയിൽ നിന്ന് 20 മീറ്റർ ദൂരത്തിലാണ് എന്താണ് ഇന്ന് നേവി കണ്ടെത്തിയ സിഗ്നലിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കാക്കൽ. 20 മീറ്ററോളമെങ്കിലും ദൂരത്തിലാണ്. 15 മീറ്റർ താഴ്ചയിലേക്ക് അത് ആണ്ടുപോയിരിക്കുന്നു. അവിടെ നിന്ന് ഉയർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ ദിവസം 10ാം ദിനത്തിൽ അവിടെ നടത്തുന്നത് എന്നാണ് വളരെ പ്രധാനം. ഒപ്പം തന്നെ വാഹനം പുറത്തെത്തിക്കുക എന്ന വലിയ ദുഷ്കരമായ ദൗത്യം അതുമായി അതിലേക്ക് കണ്ടുനട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ട്രക്കിൻ്റെ ഈ ഭാരവും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പ്രദേശത്തിൻ്റെ രീതിയും എല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് 10ാം ദിനത്തിൽ നടക്കുന്നത്. അർജുനെ ഒരല്പം ജീവനോടുകൂടി നമുക്ക് തിരികെ കിട്ടുമോ എന്ന വലിയ ആകാംക്ഷാപൂർവ്വമായ ചോദ്യത്തിലുള്ള ഉത്തരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ മണിക്കൂർ.